ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാല്ലേ. അപ്പം ഇന്ന് വിഷു ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാ വർഷവും വിഷുവിന് അമ്പലത്തിൽ പോവും. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ്, ധാവണിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉടുക്കുന്നത്. ഈ ധാവണി ഫസ്റ്റ് ടൈമാണ് ഉടുക്കുന്നത്. ഞാൻ വിഷുവിന് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ BB ക്രീം ഇടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഒരാളെ കാണുന്നുണ്ട്, ആൾ ഒരുങ്ങുവാണ്. അപ്പം ഞാനും മോനും പിന്നെ കുഞ്ഞാറ്റയും കൂടാണ് അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് BB ക്രീമൊക്കെ ഇട്ടു. അപ്പം സമയം താമസിച്ചു കേട്ടോ. 9 മണിയൊക്കെ ആയപ്പോഴും ഇറങ്ങിയിട്ടില്ലായിരുന്നു. എന്തായാലും അമ്പലം അടയ്ക്കത്തില്ല എന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ അടുത്തത് തന്നെ കോമ്പാക്ട് പൗഡർ ഇട്ടു. BB ക്രീമും NYBയുടെ ആണ്. അതുപോലെ തന്നെ കോമ്പാക്ട് പൗഡറും NYBയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കോമ്പാക്ട് പൗഡറൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോമ്പാക്ട് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കണ്ണ് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫോണിനകത്ത് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണാടി നോക്കി എഴുതുമ്പം ആണ് കറക്റ്റ് ആവുന്നത്. ഫോണിനകത്ത് നോക്കി എഴുതുമ്പോൾ ഒരു പാടാണ്, എങ്കിലും ഇങ്ങനെ എഴുതി കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ മോൻ കരയുന്നുണ്ട് കേട്ടോ. പിന്നെ ആളെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തിയൊക്കെ ഇരുത്തിയിരിക്കുകയാണ്. ആളെ കുളിപ്പിച്ച് റെഡിയൊക്കെ ആക്കി കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ ഒരുങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ ഐലൈനറൊക്കെ വരച്ചു കൊടുത്തു. ഞാനങ്ങനെ ഐലൈനർ അങ്ങനെ എപ്പോഴും ഒന്നും വരയ്ക്കത്തില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നല്ലോണം ഒരുങ്ങുന്ന ദിവസങ്ങളിൽ മാത്രമേ ഐലൈനർ വരയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ നോർമലി താഴെ ജസ്റ്റ് കരി വരച്ചു കൊടുക്കും, ഒന്ന് മസ്കാര ഇടും, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മസ്കാര ഇട്ട് കൊടുത്തു. മസ്കാരയും NYBയുടെ തന്നെ മസ്കാരയാണ്. അപ്പോൾ മസ്കാര നല്ലോണം ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് 2 അമ്പലത്തിൽ പോകണം. വീടിൻ്റെ അടുത്ത് 2 അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 അമ്പലത്തിലും പോകണം. അപ്പം അടയ്ക്കില്ലെന്നാണ് പ്രാർത്ഥന. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തു. ബ്ലഷ് NYBയുടെ തന്നെയാണ്. അപ്പോൾ കൂടുതൽ പ്രോഡക്റ്റും NYBയുടെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഇതുപോലൊന്നും ഞാൻ എപ്പോഴും മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല. എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇത്രയും മേക്കപ്പ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഒരുപാട് ഡാർക്കൊന്നുമല്ല, നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ മിക്കപ്പോഴും ഇടുന്നത് ഇത് തന്നെയാണ്. അതും ലിപ്സ്റ്റിക്കും NYBയുടെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഐ ഷാഡോ ഇട്ട് കൊടുത്തു കേട്ടോ. ഐ ഷാഡോയും അങ്ങനെയൊന്നും ഇടത്തില്ല. അപ്പം ജസ്റ്റ് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വള ഇട്ട് കൊടുത്തു കേട്ടോ. കുപ്പി വള ഇട്ട് കൊടുത്തു. അപ്പോൾ കുപ്പിവള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുപ്പിവള എൻ്റെ കയ്യിൽ ഇപ്പം ഈ ഒരു കളറേ ഉള്ളൂ.